ഹലോ. കേക്ക് ബേക്കിങ്ങും അതിൻ്റെ ഡെക്കറേഷനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫോണ്ടൻ്റാണ്. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷന് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഫോണ്ടൻ്റ്. അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രെഡാണ്. നോർമൽ ബ്രെഡോ മിൽക്ക് ബ്രെഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തത്. അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും, അതുകൊണ്ട് അതെടുത്തത്. ഇനി നമ്മളിത് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. മിക്സിയിൽ പൊടിക്കുക അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പാലാണ് കേട്ടോ. പാൽ ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ചെയ്തു എന്ന് മാത്രം. വെള്ളം ചേർത്താലും മതി. പിന്നെ ഇത് ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ബ്രെഡ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മാവൊന്ന് നമുക്ക് ഈ ഒരു മാവിൻ്റെ പരുവത്തിലാവുമ്പോൾ ഇഷ്ടമുള്ള കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും മിക്സ് ആവില്ല, കുറച്ച് ബുദ്ധിമുട്ടുമെന്ന്. ഒന്നുമില്ല കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് കട്ടിയാവാനായിട്ട് ഈ ഒരു ഡോ കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈലോസ് പൗഡറോ അല്ലെങ്കിൽ CMC ആഡ് ചെയ്യണം കേട്ടോ. കേക്കിൽ സ്റ്റിക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഡെക്കറേഷൻസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ CMC ടൈലോസോ ആഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഒരു സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡോ തന്നെ കിട്ടും കേട്ടോ. ശരിക്കും ഫോണ്ടൻറ്റിൻ്റെ അതൊരു ടെക്സ്ചറും സ്മൂത്ത്നെസ്സും ഒക്കെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോം മെയ്ഡ് ഫോണ്ടൻറ്റ് കേക്കിൻ്റെ ഏത് ഡെക്കറേഷൻസിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഫോണ്ടൻറ്റ് മേടിച്ചിട്ട് അതിൽ ഡെക്കറേഷൻ ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഹോം ബേക്കേഴ്സ് ആണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ളവരാണ്, കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേക്ക് ചെയ്യണം എന്ന് പറയുന്നവർക്കും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോൾ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒട്ടും ഇത് ഫോണ്ടൻ്റ് അല്ല എന്ന് പറയില്ല കേട്ടോ. നമുക്കത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ട് എല്ലാവർക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ കേക്കിന് വേണ്ടി ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഡോ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ഒരു ചെറിയ ഡ്രോപ്പ് നമ്മുടെ കയ്യിൽ ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഈ ഒരു ഡോ ഉണ്ടാക്കിയെടുത്താൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടാതെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറയാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും എഡിബിൾ ആയതുകൊണ്ട് നമുക്കിത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത് വളരെയധികം കുറയ്ക്കുക. എത്ര ഫുഡ് ഗ്രേഡാന്ന് പറഞ്ഞാലും കൂടുതലായിട്ട് കളർ കഴിക്കുന്ന നമ്മുടെ അത്ര ഹെൽത്തിന് അത്ര നല്ലതല്ല. ഈ ഒരു ഡോവിൽ CMC യൂസ് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടെ ഹാർഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ടെങ്കിലും അത് അങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ ആ ഒരു മോൾഡിൽ നിന്ന് അപ്പം തന്നെ അത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടൈപ്പിലുള്ള ഡെക്കറേഷൻസിനും പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പല ഡെക്കറേഷൻസും ഇതുപോലെ പല മോൾഡിൽ വെച്ചിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൽ ഫോണ്ടൻ ഡെക്കറേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഡോ ഉണ്ടാക്കി നോക്കിക്കോ. പല കളേഴ്സ് മിക്സ് ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. മാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ബേക്കിംഗ് ഫീൽഡിലുള്ളവർക്കും അതുപോലെ പുതിയതായിട്ട് ബേക്കിങ്ങിലേക്ക് ഇറങ്ങുന്നവർക്ക് സിമ്പിളായിട്ട് നമ്മൾ പുറത്തുനിന്ന് അധികം ടൂൾസും കാര്യങ്ങളൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാം, അതുപോലെ ഒരുപാട് ടിപ്സൊക്കെ ആയിട്ട് ഞാൻ ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസൊക്കെ വരും. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.